ഹലോ, നമുക്കൊന്ന് ഒരു റോഡ് ട്രിപ്പ് പോകാനായിട്ട് ചടപടി എന്ന് പറഞ്ഞൊന്ന് റെഡിയായല്ലോ. അതിന് വേണ്ടിയിട്ട് ഞാനിത് എൻ്റെ ഫേസ് നന്നായിട്ടൊന്ന് ക്ലെൻസ് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം സെറ്റഫിലിൻ്റെ മോയ്സ്ചറൈസർ നന്നായിട്ട് മുഖത്ത് അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് ബേബി എക്വാഫർ എടുത്ത് എൻ്റെ കണ്ണിന് ചുറ്റും അപ്ലൈ ചെയ്യുന്നുണ്ട്. കാരണം എനിക്കൊരു ചെറിയൊരു അലർജി പ്രോബ്ലമൊക്കെ വന്ന് കണ്ണിൻ്റെ ആ ഒരു ഭാഗത്ത് ഭയങ്കര ഡ്രൈ ആയി ഇച്ചി ആയിട്ടുണ്ട്. അപ്പോൾ അതിനൊരു റിലീഫിന് വേണ്ടി കുറച്ച് അക്വാഫർ എടുത്ത് ഞാൻ കണ്ണിന് ചുറ്റും തടവുന്നുണ്ട്. ബാക്കി വന്നത് ഞാനിതാ മുഖത്തും കംപ്ലീറ്റ് ആയിട്ട് തടിയിട്ടുണ്ട്. ഇനി നല്ല സമ്മറൊക്കെയാണ്, ചൂടാണ്, അപ്പോൾ സൺസ്ക്രീൻ മസ്റ്റാണ് കേട്ടോ. അപ്പോൾ സൺസ്ക്രീൻ നമുക്ക് ആവശ്യത്തിന് നമ്മൾ യൂസ് ചെയ്യുക. നമ്മളുടെ കഴുത്തിലും മുഖത്തും കൈക്കും എല്ലായിടത്തും അപ്ലൈ ചെയ്യാം കേട്ടോ. പിന്നെ ഇതാ നമ്മൾ ഈ കൊടും ചൂടിന് പോകുന്നത് കൊണ്ട് തന്നെ ഫൗണ്ടേഷനോ കൺസീലറോ കാര്യങ്ങളോ ഒന്നും ഞാൻ മുഖത്ത് അപ്ലൈ ചെയ്യുന്നില്ല. പിന്നെ മുഖത്ത് ചെറിയ അലർജി ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് തന്നെ ഞാനിപ്പം മുഖത്ത് വേറെ ഒന്നും അപ്ലൈ ചെയ്യുന്നില്ല. ഞാൻ ആകെ ചെയ്യുന്നത് ഐബ്രോസ് ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഐബ്രോസൊക്കെ നന്നായിട്ട് വളർന്ന് ഷേപ്പ് ചെയ്യാനൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് സമയം കിട്ടുമ്പോൾ മെല്ലെ ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ചെറുതായിട്ട് ഐബ്രോസൊക്കെ ഫില്ല് ചെയ്ത് അതൊന്ന് കോംബ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ലിപ്പ് മോയ്സ്ചറൈസ് ചെയ്ത് നിർത്താനായിട്ട് ഞാൻ കുറച്ച് വാസ്ലിൻ്റെ ലിപ് ബാം യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ലിപ്സ്റ്റിക് ഇടുന്നത് കാരണം ആ ഒരു ലിപ് ബാം കുറച്ചൊന്ന് കൈവച്ച് ഡാബ് ചെയ്ത് കളയുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷം മെബെല്ലൈൻ്റെ ഈ ഒരു ലിപ്സ്റ്റിക്ക് ന്യൂഡ് ലിപ്സ്റ്റിക്കാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ ആ ഒരു ലിപ്സ്റ്റിക്കും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലിപ്സ്റ്റിക്കൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം കൈ വെച്ച് ചെറുതായിട്ടൊന്ന് ഡാബ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു നാച്ചുറൽ ഫിനിഷ്, നല്ലൊരു മാറ്റ് ഫിനിഷ് കിട്ടും കേട്ടോ. അപ്പോൾ അതാ എൻ്റെ ഫേസ് മേക്കപ്പ് അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. കാര്യമായിട്ടൊന്നും ഞാൻ ചെയ്തിട്ടില്ല മുഖത്ത്. പിന്നെ ഇതാ ഇനി ഹെയർ ഒന്ന് കെട്ടി വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഹെയർ ആദ്യം ഒന്ന് കോംബ് ചെയ്തു. പിന്നെ ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഹെയർ സീറം അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. അത് നന്നായിട്ട് കൈവച്ച് വാം ചെയ്തതിന് ശേഷം നമ്മളുടെ ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഹെയർ സീറമൊക്കെ തടവിയിട്ടുണ്ട്. വലുതായിട്ട് ആക്സസറീസ് ഒന്നും ഞാൻ ഈ ഡ്രസ്സിൻ്റെ കൂടെ പെയർ ചെയ്യുന്നില്ല. ഇതാ ഈ ഒരു കുഞ്ഞ് ബട്ടർഫ്ലൈ ഇല്ല ഈ ഒരു നെക്ലേസ് ഞാൻ ഇട്ടിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഈ ഒരു മാല വന്നിട്ട്. അപ്പോൾ അത് ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന വാച്ച് അതും കൂടെ ഈ ഡ്രസ്സിൻ്റെ കൂടെ ഞാൻ പെയർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മുടെ അണ്ടർ ആംസിൽ ചെറുതായിട്ട് റോൾ ഓൺസ് അപ്ലൈ ചെയ്യുന്നുണ്ട്. നല്ല ചൂടൊക്കെ അല്ലേ, സ്വെറ്റ് ചെയ്യുമ്പം ആ ഒരു സ്മെല്ലും കാര്യങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് റോൾ ഓൺസ് യൂസ് ചെയ്യുന്നുണ്ട്. ഷൂസൊക്കെ പെയർ ചെയ്തിട്ടിട്ടുണ്ട്. പിന്നെ ഇറങ്ങിപ്പോയ സമയത്ത് ആണ് മുടി കെട്ടി വെച്ചാലോ എന്ന് ചിന്തിച്ചത്, അങ്ങനെ ഞാൻ മുടി കൂടെ കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മളുടെ ഈ ഒരു വീഡിയോ വന്നിട്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എൻ്റെ ഈ ഒരു ലുക്ക് എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ, ഹാവ് എ ഗുഡ് ഡേ.